എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ലോകത്താകമാനം ജീവിതശൈലിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തെക്കുറിച്ചുള്ള ചൂടേറിയ സംവാദമാണ് നടക്കാൻ പോകുന്നത്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മച്ചിമാർ അവരുടെ ചെറുപ്പകാലത്തെക്കുറിച്ചും പുതിയ തലമുറയിലെ സഹോദരിമാർ വർത്തമാനകാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും നടക്കുന്ന ഈ സംവാദം ഇമ്മാനുവേൽ സേവിയ സംഘങ്ങൾ അവതരിപ്പിക്കുന്നു. എല്ലാ പ്രേക്ഷകരെയും മാറുന്ന ലോകത്തിൽ മാറ്റമില്ലാത്ത ദൈവമക്കൾ എന്ന പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യം അമ്മച്ചിമാരിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ജീവിത രീതിയെക്കുറിച്ച് അമ്മച്ചിമാരുടെ അഭിപ്രായം എന്താണ്? എന്റെ മോളെ, ഞങ്ങളുടെ കാലത്ത് രാവിലെ 5 മണിയാകുമ്പോൾ അപ്പച്ചൻ ഏതെങ്കിലും ഒരു ക്രിസ്തീയ പാട്ട് പാടുന്ന ശബ്ദം കേൾക്കുമ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റ് വരും. തറയിൽ പാതിരിച്ച് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടേ അമ്മച്ചി കട്ടൻ കാപ്പി ഇടാൻ പോലും അടുക്കളയിലേക്ക് പോവുകയുള്ളൂ. വൈകിട്ടും സന്ധ്യാപ്രാർത്ഥന കഴിയാതെ അത്താഴം തരികയില്ലായിരുന്നു. ഇന്നത്തെ പിള്ളേർക്ക് പ്രാർത്ഥനയുമില്ല, സമയനിഷ്ഠയുമില്ല. മാതാപിതാക്കൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരാൾ മുകളിലത്തെ നിലയിൽ മുറിയടിച്ചിരിക്കും, മറ്റേയാൾ മൊബൈലിൽ നോക്കിയിരിക്കുകയായിരിക്കും. ഇന്ന് പ്രായമുള്ളവർ മൊബൈലിനകത്താണ്. ശരി, സഹോദരിമാർക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവരുടെ കാലത്ത് സ്വന്തം പുരയിടത്തിൽ കൃഷി ചെയ്യുന്നതായിരുന്നു മിക്കവരുടെയും ജോലി. അതുകൊണ്ട് സന്ധ്യാസമയത്ത് എല്ലാവരും വീട്ടിൽ കാണും. ഈ കാലത്ത് ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നവരാണ്. മിക്ക ദിവസങ്ങളിലും വൈകിട്ട് ഒരുമിച്ച് വീട്ടിൽ കാണുകയില്ല. പിന്നെ മൊബൈൽ, വാട്സപ്പ് എല്ലാം ഉള്ള കാലമാണ്. അതൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ? ഇവരുടെ കാലത്തും ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവരും ഉപയോഗിക്കുമായിരുന്നു. എന്നാലും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടേ ഉറങ്ങാറുള്ളൂ. അങ്ങനെ കുടുംബ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ശരി, ഇനി അമ്മച്ചിമാരുടെ അഭിപ്രായം കേൾക്കാം. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് മാതാപിതാക്കന്മാർ, അധ്യാപകർ, വല്യപ്പൻ, വല്യമ്മച്ചി ഇവരെല്ലാം അടിക്കും, വഴക്കു പറയും. ആ സമയത്ത് ഒരു സങ്കടം വന്നാലും ഒരു വിരോധവും അവരോട് തോന്നിയിട്ടില്ല. എന്നാൽ ഈ കാലത്ത് മാതാപിതാക്കന്മാരോ അധ്യാപകരോ കുട്ടികളെ വഴക്കു പറഞ്ഞാൽ അവർ ആത്മഹത്യ ചെയ്യുമോ എന്ന ഭയമാണ്. കുട്ടികൾ മാത്രമല്ല, എത്ര അമ്മമാരാണ് ജന്മം കൊടുത്ത കുട്ടികളെ ജീവിക്കുവാൻ അനുവദിക്കാതെ അവരുമായി ആത്മഹത്യ ചെയ്യുന്നത്? ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾക്ക് അവസാനിപ്പിക്കാനുള്ളതാണോ ദൈവം തന്ന വിലയേറിയ ജീവൻ? പ്രശ്നങ്ങൾക്ക് പരിഹാരം മരണം മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലം. അതെ, മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇതിനെന്ത് മറുപടിയാണ് സഹോദരിമാർക്ക് പറയാനുള്ളത്? അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കുട്ടികളിലും മുതിർന്നവരിലും ആത്മഹത്യാ പ്രവണത കൂടി വരികയാണ്. ഈ കാലത്ത് 1-2 മക്കൾ കാണും. മാതാപിതാക്കന്മാർക്ക് പണവുമുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് മക്കളെ അറിയിക്കാറില്ല. അതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നാലും അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് അവർക്കറിയില്ല. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് 10ൽ കൂടുതൽ കുടുംബാംഗങ്ങൾ, ആടുമാടുകൾ, കോഴി, കൃഷി, പുരയിടത്തിൽ ജോലിക്കാർ ഇതെല്ലാം ഉള്ളതായിരുന്നു ഒരു വീട്. വിറകടുപ്പിൽ തീ കത്തിച്ച് 3 നേരവും ആഹാരമുണ്ടാക്കി സന്തോഷത്തോടെ ഞങ്ങൾ ജീവിച്ചു. എന്നാൽ ഇപ്പോഴും വിവാഹം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അപ്പന്റെയും അമ്മയുടെയും അടുക്കൽ നിന്ന് മാറി താമസിക്കും. ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം ഇടപഴകുവാനും മനസ്സിലാക്കുവാനും പണ്ടത്തെക്കാളും സാഹചര്യം ഇന്നുണ്ടെങ്കിൽ പോലും അതിന് സാധിക്കാതെ വിവാഹമോചനത്തിലോ ആത്മഹത്യയിലോ അവസാനിക്കുന്ന എത്രയോ കുടുംബങ്ങളെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് ഞങ്ങൾ സമ്മതിച്ചല്ലോ. അതെങ്കിലും സമ്മതിച്ചതിൽ സന്തോഷം. അമ്മച്ചിമാർ തുടർന്ന് പറയൂ. ഞാൻ പറയാം. പണ്ട് മക്കൾ വിവാഹപ്രായമാവുമ്പോൾ മാതാപിതാക്കളും കാരണവന്മാരും കൂടെ ചേർന്ന് വിവാഹം ആലോചിച്ചുറപ്പിക്കും. ഈ കാലത്ത് വരനെയും വധുവിനെയും സ്വയം കണ്ടുപിടിച്ചോളും. ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല. അവരുടെ ഇഷ്ടം മാത്രമാണ് നടക്കേണ്ടത്. ചിലപ്പോൾ മക്കളുടെ വിവാഹം കഴിഞ്ഞായിരിക്കും മാതാപിതാക്കൾ അറിയുന്നത് പോലും. ആരെങ്കിലും എവിടെയെങ്കിലും ഇരിക്കും സഹോദരി, നിങ്ങൾക്ക് പറയാൻ സമയം തരാം. അമ്മച്ചി പറയൂ. അന്നു വരെ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കന്മാരുടെ വേദന അവർ മനസ്സിലാക്കുന്നില്ല. ആരെങ്കിലും നടക്കാത്ത സ്വപ്നങ്ങളും കുറെ ചക്കരകാപ്പും പറയും. അത് കേട്ട് കൂടെ ഇറങ്ങിപ്പോകും. പിന്നെ കഴിയുമ്പോൾ പറഞ്ഞ സ്വപ്നങ്ങൾ നടക്കാതെ വരും. പിന്നെ പ്രശ്നങ്ങളായി. നമുക്ക് പിരിയാമെന്ന് ഒരുമിച്ചൊരു തീരുമാനമെടുക്കും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണോ വിവാഹമോചനങ്ങൾ കൂടുന്നത്? സഹോദരിമാരെ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മാതാപിതാക്കൾ ആലോചിച്ച് നടത്തുന്ന വിവാഹത്തിന് പ്രശ്നങ്ങളില്ലേ? പണ്ടത്തെ പോലെ ഒരു പരിചയമില്ലാത്ത ചെറുക്കന്റെയോ പെണ്ണിന്റെയോ കൂടെ പോയി താമസിക്കാൻ ഞങ്ങളെ കിട്ടത്തില്ല. ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കിയിട്ടേ വിവാഹം കഴിക്കും.
അങ്ങനെ മാസങ്ങൾ സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കി വിവാഹം കഴിച്ചോർ 6 മാസം പോലും ആകുന്നതിന് മുൻപേ വിവാഹമോചനം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പിന്നെ നിങ്ങൾ ചോദിച്ചില്ലേ മാതാപിതാക്കൾ ആലോചിച്ച് നടത്തുന്ന വിവാഹത്തിന് പ്രശ്നങ്ങളില്ലേ എന്ന്? തീർച്ചയായും ഉണ്ട്. എന്നാലും ദൈവമാണ് കൂട്ടിച്ചേർത്ത് ആ ബന്ധം മരണത്താലല്ലാതെ വേർതിരിക്കാൻ പാടില്ലെന്ന തീരുമാനം ഹൃദയത്തിലുള്ളത് കൊണ്ട് സഹിച്ചും ക്ഷമിച്ചും സ്നേഹിച്ചും അങ്ങ് ജീവിക്കും. വലിയ പ്രശ്നങ്ങളുണ്ടായാൽ മാതാപിതാക്കൾ ഇടപെട്ട് പരിഹരിച്ചുകൊള്ളും. പണ്ട് ഭാര്യ ഭർത്താവോ മരിച്ചാൽ പോലും രണ്ടാമതൊരു വിവാഹത്തിന് ബുദ്ധിമുട്ടായിരുന്നു. ഈ കാലത്ത് രണ്ടാം വിവാഹത്തിനും 3ാം വിവാഹത്തിനുമാണ് താല്പര്യം എന്ന് തോന്നിപ്പോകും. പണ്ട് വിവാഹം കഴിഞ്ഞാൽ സുഖമായാലും ദുഃഖമായാലും ഭർത്താവിന്റെ വീട്ടിൽ ജീവിച്ചോണം. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ബാധ്യത ഒഴിച്ചുവിടുകയായിരുന്നു. ഈ കാലത്ത് മാതാപിതാക്കന്മാർക്ക് സാമ്പത്തികമുണ്ട്, ഞങ്ങളും ജോലി ചെയ്യുന്നവരാണ്. വിവാഹം കഴിഞ്ഞാൽ എന്നും കഷ്ടവും സഹിച്ച് ജീവിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഇഷ്ടമില്ലെങ്കിൽ പിരിയുക. വേറെ ചെക്കനും പെണ്ണും ഈ ലോകത്തില്ലേ? പിന്നെ എന്തിനാണ് എന്നും കണ്ണുനീര് കുടിച്ച് കഴിയുന്നത്? ആരും ആരുടെ അടിമയല്ല. രണ്ടാം വിവാഹം ആദ്യ വിവാഹത്തെക്കാൾ ബുദ്ധിമുട്ടാണെങ്കിലും സഹിച്ചു കഴിയുന്നുണ്ടല്ലോ. അമ്മച്ചി ഇരിക്കൂ. ഈ വിഷയത്തിലുള്ള സമയം കഴിഞ്ഞു. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പണ്ട് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ പുരയിടത്തിൽ അധ്വാനിച്ച് വീട്ടിൽ ഉപയോഗിച്ചിരുന്നു. അന്ന് ഇന്നത്തെ പോലെ രോഗങ്ങളും ഇല്ലായിരുന്നു, ആരോഗ്യം ഉണ്ടായിരുന്നു. ഇന്ന് അതിന് എവിടെയാണ് സമയം? മൊബൈല് ഇന്റർനെറ്റൊക്കെ നമ്മുടെ വിലയേറിയ സമയം കൊണ്ടുപോയില്ലേ? അടുത്തിരിക്കുന്ന ഒരാളിനോട് പോലും സംസാരിക്കാൻ സമയമില്ല. പിന്നെ ആ പച്ചക്കറി നടുന്നത്. അമ്മച്ചിമാരെ, നിങ്ങളുടെ കാലത്തെ പോലെ കപ്പത്തണ്ടും ഓലയും വെള്ളക്കയും കൊണ്ട് കളിച്ചു നടക്കുന്നത് പോലെയല്ല. ഒരു ചായക്കടയും മുറുക്കം കടയും മാത്രമല്ല, ഇന്ന് വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് മനസ്സിന് സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് 21ാം നൂറ്റാണ്ടാണ്. കാലം മാറുന്നതിനൊപ്പം നമ്മളും മാറണം. നിങ്ങളുടെ കാലത്ത് കുന്താലിയെടുത്ത് കിളച്ചു എന്നും പറഞ്ഞ് നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഞങ്ങൾ കിളയ്ക്കാൻ പറ്റുമോ? ഇനിയും വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറയൂ. പണ്ട് അയൽവക്കക്കാരുമായി കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അയൽപ്പക്കത്തൊരാൾ മരിച്ചാൽ പോലും അറിയില്ല. സ്നേഹവുമില്ല, സഹകരണവുമില്ല. അതുപോലെ പണ്ട് 5 തലമുറ വരെ ഉള്ളവരെ പറ്റി അറിയാമായിരുന്നു. ഇപ്പോൾ ആരുമായും അടുപ്പമോ സഹകരണമോ ഇല്ല. എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രം. അവർക്ക് മാത്രം പറയുവാൻ സമയം കൊടുത്താൽ പോരാ, ഞങ്ങൾക്കും പറയുവാനുണ്ട്. ഇരിക്കും സഹോദരി, നിങ്ങൾക്ക് പറയാൻ സമയം തരാം. അമ്മച്ചി പറയൂ. ഇതിന്റെ മറുപടി അവർ തന്നെ പറയട്ടെ. അമ്മച്ചി, ആ കാലത്ത് വാഹന സൗകര്യമില്ല. വീട്ടു സാധനങ്ങൾ വാങ്ങണമെങ്കിൽ കിലോമീറ്ററുകളോളം നടക്കണം. അത്യാവശ്യ സാധനങ്ങൾ തീരുമ്പോൾ അയൽപക്കത്തു നിന്ന് കടം വാങ്ങിയേ സാധിക്കൂ. അതിന് കൂട്ടുകൂടുന്നതാ, അല്ലാതെ അയൽപക്ക സ്നേഹം കൊണ്ടൊന്നുമല്ല. ഈ കാലത്ത് വീട്ടിലിരുന്ന് ഓർഡർ ചെയ്താൽ അന്നേരം എല്ലാം വീട്ടിൽ കൊണ്ടുതരും, അറിയാമോ? എത്ര സമയക്കുറവാണെങ്കിലും ബ്യൂട്ടി പാർലറിൽ പോയി സമയവും പണവും ചെലവാക്കും. എന്തിനാണെന്നറിയാമോ? ചെറുപ്പകാലത്ത് തലമുടിക്ക് കറുപ്പ് നിറമായിരിക്കും, അപ്പോൾ അവർ വെളുപ്പിക്കും. പ്രായമാവുമ്പോൾ എല്ലാവരുടെയും മുടി വെളുക്കും, അന്നേരം അവർ കറുപ്പിക്കും. എന്തായാലും ദൈവം തരുന്നതിനെ കുറിച്ച് സംതൃപ്തിയില്ല. അമ്മച്ചിമാരുടെ കാലത്ത് സൗന്ദര്യത്തെക്കുറിച്ച് ആർക്കും ബോധ്യമില്ലായിരുന്നു. കുരുമുളകിന്റെ തണ്ട് ചതച്ച് തലയിൽ തേക്കും, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പല വിധത്തിലുള്ള സൗന്ദര്യവർദ്ധന വസ്തുക്കൾ മാർക്കറ്റിൽ വാങ്ങുവാൻ കിട്ടും. അതുപയോഗിച്ച് മറ്റുള്ളവരെ പോലെ ഭംഗിയായി നടക്കുന്നത് വലിയ പാപമാണോ? പണ്ട് പ്രായമായവർ വീടിന്റെ ഐശ്വര്യമായിരുന്നു. അവരോട് അഭിപ്രായം ചോദിക്കാതെ മക്കളും കൊച്ചുമക്കളും ഒന്നും ചെയ്യുകയില്ലായിരുന്നു. ഇപ്പോൾ പ്രായമായവരെ എങ്ങനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം പറയാതിരിക്കാൻ സാധ്യമല്ല. പ്രായമായവർ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പന്ത് തട്ടുന്നത് പോലെ തട്ടിയാലും മരിക്കുമ്പോൾ ലക്ഷങ്ങൾ മുടക്കി ആർഭാടമായി ശവസംസ്കാരം നടത്തും. പണ്ടൊരു ശവപ്പെട്ടി ഉണ്ടാക്കിയാൽ അതിന്റെ ഇരുവശത്തും ഇന്ന് ഞാൻ നാളെ നീ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതുമായിരുന്നു. അതിന്റെ അർത്ഥം ഇന്ന് ഞാൻ ഈ ലോകത്തോട് വിട പറയുന്നു, നാളെ നിങ്ങളും ഇതുപോലെ പോകേണ്ടവരാണ് എന്നൊരു മെസ്സേജ് ആ എഴുത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സ്ഥാനത്ത് മുല്ലപ്പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയാണ്. മരിക്കുവാൻ ആർക്കും സന്തോഷമില്ലെങ്കിലും ശവസംസ്കാരം കണ്ടാൽ കൊതിച്ചു പോകും. ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ എല്ലാവരും കൂടെ എന്തൊരു ബഹളമാണ്. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. ഇതിനെന്ത് മറുപടിയാണ് സഹോദരിമാർക്ക് പറയാനുള്ളത്? ഈ കാലത്ത് മക്കൾ വിദേശങ്ങളിലായിരിക്കും. ജോലി കളഞ്ഞ് നാട്ടിൽ വന്ന് നിൽക്കാൻ പറ്റുമോ? പിന്നെ ശവസംസ്കാരം അത് മക്കളുടെ പണത്തിനും പ്രതാപത്തിനും അനുസരിച്ച് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഭംഗിയായി ചെയ്യുന്നു.
പണ്ട് വീടിനടുത്തുള്ള തോടുകളും നദികളും നമ്മുടെ സ്വന്തം എന്ന പോലെ വൃത്തിയായി എല്ലാവരും സൂക്ഷിക്കുമായിരുന്നു. പ്രകൃതിയെ സംരക്ഷിക്കുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന ബോധ്യമുണ്ടായിരുന്നു. ഇപ്പോൾ നദികൾ വീട്ടിലെ വേസ്റ്റ് ഇടാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. സ്വന്തം വീട്ടിലെ കാര്യം നോക്കാൻ സമയമില്ല, പിന്നെ ആ തോടിന്റെയും നദിയുടെയും കാര്യം. അമ്മച്ചിമാർക്ക് ഞങ്ങളെ കുറ്റപ്പെടുത്തിയാൽ മതിയല്ലോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയുവാനുണ്ട്. പണ്ട് കീറിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഭിക്ഷക്കാരും പ്രാന്തന്മാരും തുണി മേടിക്കുവാൻ പണമില്ലാത്തവരുമായിരുന്നു. ഇപ്പോൾ കീറിയ ഡ്രസ് ഇടുന്നത് ഒരു സ്റ്റൈലാണ്. കൂടുതൽ പണക്കാർ കൂടുതൽ കീറിയ വസ്ത്രം ഇടുന്നു. ലജ്ജയായതിൽ മാനം തോന്നുന്ന കാലം. അമ്മച്ചി പറയുന്നത് ചട്ടയും മുണ്ടും എടുത്ത് നിങ്ങളുടെ കാലത്തെ പോലെ നടക്കണം എന്നാണോ? അല്ല മക്കളെ, യോഗ്യമായ വസ്ത്രം ധരിക്കണമെന്നാണ് പറഞ്ഞത്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ അമ്മച്ചി. പണ്ട് സ്കൂൾ അടയ്ക്കുന്നത് കാത്തിരിക്കുകയാണ്. 2 മാസത്തെ അവധിക്ക് അമ്മയുടെയും കസിൻസിന്റെയും വീട്ടിൽ പോയി താമസിക്കും. അവരും ഞങ്ങളുടെ വീട്ടിൽ വരും. എത്ര സന്തോഷമായിരുന്നു ആ കാലങ്ങൾ. ഇപ്പോൾ ആരെ വിശ്വസിച്ചാണ് മക്കളെ വിടുന്നത്? അതുകൊണ്ട് അവധിക്കാലത്തും കുട്ടികൾ മൊബൈൽ, ഇന്റർനെറ്റ് ഒക്കെയായി അടച്ചിട്ട മുറിയിൽ ജീവിക്കുന്നു. വിശ്വാസം നഷ്ടപ്പെട്ട ഒരു കാലം. അമ്മച്ചിക്ക് എത്ര പറഞ്ഞാലും തീരുന്നില്ല എന്ന് തോന്നുന്നു. എന്റെ മോളെ, സങ്കടം കൊണ്ട് അങ്ങ് പറയുന്നതാണ്. ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. കിലോ കണക്കിന് മയക്കുമരുന്നാണ് പല പേരുകളിൽ വിൽപ്പന നടത്തുന്നത്. ബുദ്ധിയും കഴിവുള്ള അടുത്ത തലമുറയുടെ സുബോധം നഷ്ടപ്പെടുത്തി അവർ നശിച്ചാലും വേണ്ടിയില്ല, എനിക്ക് പണം ഉണ്ടാക്കണം. അനേക മാതാപിതാക്കന്മാരും മക്കളെ ഓർത്ത് കണ്ണുനീര് ജീവിക്കുകയാണ്. സ്നേഹവും കരുതലും നഷ്ടപ്പെടുത്തി സ്വാർത്ഥം മാത്രമുള്ള ഒരു കാലം. അമ്മച്ചി, ആ ഒരു കാര്യത്തിൽ ഞങ്ങളും വേദനിക്കുന്നു, ഭയക്കുന്നു. നമ്മൾക്ക് ഒരുമിച്ച് ആ വിഷയത്തിൽ പ്രാർത്ഥിക്കാം. നമുക്ക് അനുവദിച്ച സമയം ഇവിടെ അവസാനിച്ചു. ഇമ്മാനുവേൽ സേവികാ സംഘം അവതരിപ്പിച്ച ഈ സ്നേഹ സംവാദത്തെക്കുറിച്ച് ഞങ്ങളുടെ ഇടവക വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട അരുൺ ജോൺ അച്ഛന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. 2 കൂട്ടരുടെയും സംഭാഷണം കേട്ടതിൽ നിന്നും എനിക്ക് പറയാനുള്ളത്, പഴയകാലം ഇപ്പോഴത്തേക്കാൾ നല്ലതാണെന്നോ മോശമാണെന്നോ ഉള്ളതല്ല പ്രധാനം. തീർച്ചയായും കാലത്തിനനുസരിച്ച് മാറ്റങ്ങളുണ്ടാകും. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ വിഷയത്തിനും മറുപടി പറയുവാനുള്ള സമയമില്ലല്ലോ. ആത്മഹത്യയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞുവല്ലോ. എല്ലാ മനുഷ്യർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അവരെല്ലാം ആത്മഹത്യ ചെയ്താൽ മാനവരാശി തന്നെ ഇല്ലാതാകുമല്ലോ. പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ അഭിമുഖീകരിക്കുവാനുള്ള ദൈവകൃപ ഒരു വിശ്വാസിക്ക് ഉണ്ടാകും. പഴയ രീതിയായാലും പുതിയ രീതിയായാലും നല്ലതിനെ സ്വീകരിക്കുവാനും തീയതിനെ ഉപേക്ഷിക്കുവാനുമുള്ള ദൈവികമായ ജ്ഞാനം ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാവണം. ലോകത്തിൽ കാണുന്നതെല്ലാം അനുകരിക്കാതെ ഒന്നിനും അടിമപ്പെടാതെയും ജീവിക്കുവാനായിട്ട് സാധ്യമാകണം. അതിനുള്ള ദൈവകൃപ നമുക്ക് ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും 2 വരി പാട്ടുപാടി ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാം. പ്രിയമുള്ളവരെ, ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തവർ ബഹുമാനപ്പെട്ട അച്ഛൻ റെവറൻ അരുൺ ജോൺ, അവതാരിക മിസസ് സ്മിത സന്തോഷ്, അമ്മച്ചിമാർ സാറാമ എബ്രഹാം, സാലി നിക്സൺ, ഹിമ ബിനു ആൻഡ് ജാനറ്റ് നൈനാൻ, ചെറുപ്പക്കാരായ സഹോദരിമാർ ആശ ജോർജ്, ഷീജ ബിജു, ജിഷ ജേക്കബ് ആൻഡ് പ്രിൻസി ടിബോ. കഥ തിരക്കഥ സംഭാഷണം മിസസ് മറിയാമ്മ വർഗീസ് ആൻഡ് എഡിറ്റഡ് ബൈ മിസ്റ്റർ ജിതിൻ ജേക്കബ്. എല്ലാവർക്കുമുള്ള നന്ദി ഇവിടെ അറിയിച്ചുകൊള്ളുന്നു.